ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളെയാണ് ഞാൻ ഇപ്പോൾ അഭിസംബോധന ചെയ്യുന്നത്. എല്ലാവർക്കും ഊഷ്മളമായിട്ടുള്ള അഭിവാദ്യങ്ങൾ നേരുകയാണ്. ഞാനിപ്പോൾ ചിന്തിക്കുന്നത്, നിങ്ങളിപ്പോൾ എന്നെ കേൾക്കുന്നത് എവിടെ വെച്ചായിരിക്കുമെന്നാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും, മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും, എല്ലാ ഭൂഖണ്ഡങ്ങളിലും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുണ്ട് എന്നാണ്. വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണത്. നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടിയിട്ടും ജോലിക്ക് വേണ്ടിയിട്ടും മറ്റ് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. രാജ്യത്തും രാജ്യത്തിന് പുറത്തുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ എവിടെ ചെന്നാലും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ആരെങ്കിലും വന്ന് പരിചയപ്പെടും. വലിയ ഉയർന്ന ജോലികളിലുള്ളവരും സാധാരണ ജോലികൾ ചെയ്യുന്നവരും ഒക്കെ ആ കൂട്ടത്തിലുണ്ടാവും. ഡോക്ടർമാർ, എൻജിനീയർമാർ, ആർക്കിടെക്റ്റുകൾ, അതുപോലെ വലിയ ഉദ്യോഗങ്ങൾ വഹിക്കുന്ന ആളുകൾ, ബിസിനസ് സിഇഒമാർ, സ്വന്തമായി ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഒക്കെ അവരുടെ കൂട്ടത്തിൽ ഉണ്ട്. ഇത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനം, സന്തോഷം അവർക്ക് നൽകുന്ന ഒരു കാര്യമാണ്. ഈ സന്ദർഭത്തിൽ ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ടാണ് ഞാൻ ആരംഭിക്കുന്നത്. എൻ്റെ തന്നെ അനുഭവം, പലപ്പോഴും പല സ്ഥലങ്ങളിലും നമ്മൾ എത്തിപ്പെടുമ്പോൾ ഇതുപോലെയുള്ള കൂടിക്കാഴ്ചകൾ നൽകുന്ന സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ, ഓർമ്മകൾ ധാരാളം ഉണ്ട്. ഇന്നിപ്പോൾ പ്രധാനമായിട്ടും ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഞാൻ അവിടെ മുൻ പ്രിൻസിപ്പൽ എന്ന നിലയിലും നിങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന നിലയിലും നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും ചുമതലയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുകയാണ് ഞാൻ ചെയ്യുന്നത്. ഹസ്ബുല്ല മാഷ്, അതുപോലെ നമ്മുടെ പ്രിൻസിപ്പൽ റഷീദ് മാഷ് ഒക്കെ എന്നോട് ആ കാര്യം പങ്കുവെക്കുകയുണ്ടായി. നിങ്ങളുമായി സംസാരിക്കണം എന്നും ആവശ്യപ്പെട്ടു. വളരെ സന്തോഷമുള്ളൊരു കാര്യമായതുകൊണ്ടും നിങ്ങളെടുത്ത തീരുമാനം ഞങ്ങൾക്കൊക്കെ അഭിമാനം നൽകുന്ന, ഏറെ സന്തോഷം നൽകുന്ന ഒന്നായതുകൊണ്ടും ഞാൻ തീർച്ചയായിട്ടും ആ കടമ നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷം 2025 നമ്മുടെ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു വലിയ സമ്മേളനം നമ്മുടെ സ്കൂളിൽ നടന്നിരുന്നു. ഞാനും അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികളെ, മുതിർന്ന കുട്ടികളെയും ഇപ്പോൾ അടുത്ത കാലത്ത് പോയവരെയും ഒക്കെ അവിടെ വെച്ച് കാണുകയുണ്ടായി. അപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി, പലരും വലിയ ഉന്നതങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്ന സന്തോഷം അവിടെ അനുഭവിക്കാൻ സാധിച്ചു. അതിൻ്റെ മുമ്പത്തെ വർഷം നമ്മുടെ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളുടെ ഒരു സംഗമവും ഉണ്ടായിരുന്നു. അവിടെയും ധാരാളം പേര് പങ്കെടുത്തു. അവരും തന്നെ പല മേഖലകളിൽ എത്തിയിട്ടുള്ള ആളുകളുണ്ട്. അധ്യാപകർ, ബിസിനസ്സുകാർ, പിന്നെ രാഷ്ട്രീയ പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ആയിട്ട് മാറിയിട്ടുള്ള കുട്ടികളുണ്ട്. സയൻസ് വിദ്യാർത്ഥികളിൽ പിന്നെ ഡോക്ടർ, എൻജിനീയർ ധാരാളം, ഒരുപാടെണ്ണം ആ മേഖലയിലുണ്ട്. അതിന് പുറമെ പിന്നെ ബിസിനസ് മേഖലയിലേക്ക് തിരിഞ്ഞിട്ടുള്ള ആളുകളും ധാരാളമായിട്ട് കാണുവാൻ സാധിച്ചു. കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ സംഗമം ആ തരത്തിലുള്ളത് നടക്കാനിരിക്കുകയാണ്. തീർച്ചയായിട്ടും കൊമേഴ്സ് വിദ്യാർത്ഥികളിൽ ഒരുപാട് പേര് CA കഴിഞ്ഞവരും ACCA കഴിഞ്ഞവരും MBA കഴിഞ്ഞവരും ഒക്കെയായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നത് സന്തോഷമാണ്. വളരെ ഉയർന്ന ബിസിനസ് രംഗത്തേക്ക് കടന്നിട്ടുള്ള ആളുകളും അവരുടെ കൂട്ടത്തിലും ഉണ്ട്. സയൻസ് വിദ്യാർത്ഥികളുടെ കഴിഞ്ഞ വർഷത്തെ യോഗം, സയൻഷ്യ എന്ന് പറയുന്ന യോഗം, അതിനുശേഷം അവർ കൂടിയിരുന്ന് പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. നമ്മുടെ ഡെവലപ്മെൻറ്റ്സിൽ, അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലിയ ഒരു ചുവടുവെപ്പായി മാറുന്ന തരത്തിലുള്ള ഒരു ഹിസ്റ്റോറിക്കൽ എന്ന് പറയാവുന്ന, ചരിത്രപരം എന്ന് പറയാവുന്ന, മറ്റ് സ്കൂളുകൾക്കൊക്കെ മറ്റ് വിദ്യാലയങ്ങൾക്കൊക്കെ മാതൃകയാകാവുന്ന തരത്തിലുള്ള ഒരു തീരുമാനമാണ് അവരെടുത്തത്. എന്താണെന്ന് വെച്ചാൽ, നല്ല ഒരു തുക ശേഖരിച്ച് നമ്മുടെ സ്കൂളിലെ ലാബുകൾ ഒക്കെ നവീകരിക്കുക എന്നതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു തീരുമാനം. അതിനാവശ്യമായിട്ടുള്ള ലാൻഡും അവർ സ്വന്തം ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്യണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ സ്കൂളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കെട്ടിടങ്ങളുണ്ട്, ലാബുണ്ട്, ലൈബ്രറി ഉണ്ട്, ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ. പക്ഷേ കാലം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള വലിയ സൗകര്യങ്ങളിലേക്ക് അത് വികസിച്ചിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ വികസിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ സ്കൂളിൻ്റെ ആ തലയെടുപ്പ് എല്ലാ കാലത്തും നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്കൊക്കെ അറിയാം. നല്ല ഗ്രൗണ്ട്, നമുക്ക് മേത്തരം ഗ്രൗണ്ട് ആക്കി നമ്മളെ ഗ്രൗണ്ട് മാറ്റേണ്ടതുണ്ട്.
അങ്ങനെ പലതരത്തിലുള്ള നവീകരണ പ്രവൃത്തികൾ, വികസന പ്രവൃത്തികൾ നമ്മുടെ സ്കൂളിൽ നടക്കേണ്ടതുണ്ട്. പിന്നെ ഇപ്പോഴും നമ്മൾ എപ്പോഴും മുമ്പും ഇപ്പോഴും ഒക്കെ അങ്ങനെ തന്നെയാണ്. റിസൾട്ടിൽ അക്കാഡമികമായിട്ട് വളരെ മുന്നിലാണ്. അതുപോലെ തന്നെ കലാകായിക മേഖലകളിലും എന്നും നമ്മൾ എല്ലാ മേഖലകളിലും പിന്നെ സ്പോർട്സിലും കായികമേളയിലും കലാമേളയിലും പിന്നെ ഒക്കെ നമ്മൾ ഓവറോൾ ട്രോഫി നേടുന്ന ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. സ്റ്റേറ്റിൽ തന്നെ റിസൾട്ട് കൊണ്ട് അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. നമുക്കെല്ലാവർക്കും അറിയാം. അതൊക്കെ നമ്മുടെ സ്കൂളിൻ്റെ ക്വാളിറ്റി കൊണ്ട്, അധ്യാപകരുടെ ക്വാളിറ്റി, നമ്മുടെ സൗകര്യങ്ങളുടെ ക്വാളിറ്റി കൊണ്ട് സാധിച്ചിട്ടുള്ളതാണ്. നമ്മളൊക്കെ അതിൻ്റെ ഗുണഭോക്താക്കളാണ്. അധ്യാപകരും നിങ്ങൾ വിദ്യാർത്ഥികളും ഒക്കെ അതിൻ്റെ ഗുണഭോക്താക്കളാണ്. ഇനി വരുന്ന തലമുറക്കും അത്തരത്തിലുള്ള ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ നമ്മുടെ ക്യാമ്പസിൽ നിന്ന് ചേന്നമംഗലൂർ കുന്നൻപുറത്ത് നിന്ന് കിട്ടണം എന്ന ആഗ്രഹമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ആ ആഗ്രഹമാണ് നിങ്ങളിപ്പോൾ നെഞ്ചേറ്റിയിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് വലിയൊരു ചുവടുവെപ്പ് നിങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അൽഹംദുലില്ലാ നമുക്ക് നല്ല ഒരു സ്ഥലം പിന്നെ പർച്ചേസ് ചെയ്യാൻ സാധിച്ചു എന്ന് ഹസ്ബുള്ള മാഷ് പറഞ്ഞു, പ്രിൻസിപ്പലൊക്കെ പറഞ്ഞു. 75ഓളം സെൻറ്റ് സ്ഥലം നമ്മളോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള സ്ഥലം വാങ്ങിയെടുത്തിട്ടുണ്ട്. 75 ലക്ഷം രൂപ അതിന് വേണ്ടി വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ തുക ഒക്കെ സമാഹരിച്ചെടുക്കണം. നിങ്ങൾ ഒരു 50 ലക്ഷം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. 36 ലക്ഷത്തോളം രൂപ ഓൾറെഡി അതിൽ കിട്ടി എന്ന് ഹസ്ബുള്ള മാഷ് എന്നോട് ഇപ്പോൾ ഞാൻ ഫോൺ ചെയ്ത സന്ദർഭത്തിൽ പറഞ്ഞു. വലിയ സന്തോഷമുള്ള കാര്യമാണ് അത്. ഒരു 1/3 വിദ്യാർത്ഥികൾ പങ്കെടുത്തപ്പോൾ തന്നെ, 1/3 ഉണ്ടാവില്ല, ഒരു 5/1 6/1 ആയിരിക്കും എണ്ണം എന്ന് പറയുന്നത്. ഇത്രയും തുക സമാഹരിക്കാൻ നമുക്ക് സാധിച്ചു. ബാക്കിയുള്ള ആളുകൾ കൂടി പങ്കെടുക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് തന്നെ ഈ പ്രൊജക്റ്റ് മൊത്തത്തിൽ ഈ 75 സെൻറ്റ് സ്ഥലത്തിൻ്റെ പൈസയും ഈ ലാബുകളുടെ 4 ലാബുകളുടെയും നവീകരണത്തിന് വേണ്ട പൈസയും നിങ്ങൾക്ക് തന്നെ സമാഹരിക്കാൻ കഴിയും എന്നാണ്. നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ, സയൻസിലുണ്ടായിരുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ ശ്രമിച്ചാൽ, അവർ ഒത്തുപിടിച്ചാൽ തീർച്ചയായിട്ടും ആ ടാർഗറ്റ് 1 crore എന്നത് തന്നെ അച്ചീവ് ചെയ്യാൻ കഴിയും. ആ സ്ഥലവും അവിടെ പിന്നെ ലാബുകളുടെ നവീകരണവും ഒക്കെ നിങ്ങളുടെ പേരിൽ അറിയപ്പെടും. നിങ്ങളുടെ വലിയ സംഭാവനയായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. മാത്രമല്ല നമ്മുടെ സ്കൂളിലെ വരുന്ന പിന്നെ പൂർവ്വ വിദ്യാർത്ഥികൾക്കും പിന്നെ അത് വലിയൊരു മാതൃകയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും നിങ്ങളുടെ പ്രവർത്തനത്തിന് നേരിടുകയാണ്. സന്തോഷം പിന്നെ അറിയിക്കുകയാണ്. എല്ലാവിധ പിന്തുണയും അറിയിക്കുകയാണ്. നമുക്ക് ഒത്തൊരുമിച്ച് വലിയ പിന്നെ സംരംഭത്തെ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാ വിജയത്തിലും കുതിപ്പിലും വളർച്ചയിലും ഒക്കെ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട്, അഭിമാനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നിങ്ങളുടെ പരിശ്രമങ്ങൾ വിജയിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു.